നിങ്ങൾക്ക് പീരിയഡ് സമയത്ത് അമിതമായ വയറുവേദന ഉണ്ടാവാറുണ്ടോ? മാരീഡ് ലൈഫിൽ ബന്ധപ്പെടുന്ന സമയത്ത് അധികമായി പെയിൻ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? പ്രഗ്നൻസി കൺസീവ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഈ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളാകാം. എന്താണ് എൻഡോമെട്രിയോസിസ്? ഗർഭപാത്രത്തിനകത്ത് മാത്രം കാണുന്ന ചില ടിഷ്യൂസ് ഗർഭപാത്രത്തിന് പുറത്തേക്ക് വളരുന്ന അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. ലോകാരോഗ്യ സംഘടന WHO ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്ററ്റിക്സ് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളും പറയപ്പെടുന്നത് റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള 10 സ്ത്രീകളിൽ ഒരാൾക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടാകാമെന്നാണ്. ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയുള്ള സ്ത്രീകളിൽ 30% മുതൽ 50% വരെയും, ക്രോണിക് പെൽവിക് പെയിൻ അഥവാ ദീർഘകാല നടുവേദന ഉള്ളവരിൽ 50 മുതൽ 70% വരെയും എൻഡോമെട്രിയോസിസ് എന്ന രോഗാവസ്ഥയാകാൻ സാധ്യതയുണ്ട്. എന്താണ് ഇതിന്റെ ചികിത്സ? എല്ലാ രോഗികൾക്കും സർജറി ആവശ്യമായി വരുന്നില്ല. മരുന്നുകൾ, കൃത്യമായ ഹോർമോൺ ചികിത്സകൾ, ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ തുടങ്ങിയ വഴി നമുക്ക് ഈ രോഗാവസ്ഥകൾ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുന്നതാണ്. ചില പേഷ്യൻസിന് സർജറി ആവശ്യമായി വരാം. രോഗം തിരിച്ചറിയുന്നതും ചികിത്സ ആരംഭിക്കുന്നതും വൈകിയാൽ നിങ്ങളെ പിന്തുടരുന്നത് ദീർഘകാല നടുവേദന, മാനസിക സമ്മർദ്ദം, വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി തുടങ്ങിയവയാണ്. ശ്രദ്ധിക്കുക, പീരിയഡ് സമയത്ത് അസഹനീയമായ വയറുവേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്.